വെനസ്വേലയുടെ വിപ്ലവ നക്ഷത്രം ഹ്യൂഗോ ഷാവേസ്. ഹ്യൂഗോ ഷാവേസ് രാഷ്ട്രീയക്കാരനായിരുന്നില്ല. ഹ്യൂഗോ ഷാവേസ് ദരിദ്രമായ ചുറ്റുപാടിൽ നിന്ന് വളർന്ന് വെനസ്വേലൻ സൈന്യത്തിൽ ലഫ്റ്റനന്റ് കേണലായി ഉയർന്ന പാരാച്യൂട്ട് ബറ്റാലിയൻ കമാൻഡറായിരുന്നു അദ്ദേഹം. 1992 അന്നത്തെ അഴിമതി നിറഞ്ഞ ഭരണകൂടത്തിനെതിരെ അദ്ദേഹം ഒരു സൈനിക അട്ടിമറിക്ക് ശ്രമിച്ചു. ആ ശ്രമം അമ്പേ പരാജയമായിരുന്നു. ഷാവേസ് ജയിലിലായി. പക്ഷേ ടിവിയിലൂടെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത ആ 2 മിനിറ്റ് അദ്ദേഹത്തെ വെനസ്വേലയുടെ ഹീറോയാക്കി മാറ്റി. ഇപ്പോഴത്തേക്ക് നമ്മൾ പരാജയപ്പെട്ടു എന്ന അദ്ദേഹത്തിന്റെ വാചകം ജനങ്ങളുടെ ഉള്ളിൽ തറച്ചു. 1998 ജയിലിന് പുറത്തിറങ്ങി ബാലറ്റിലൂടെ അദ്ദേഹം അധികാരം പിടിച്ചടക്കിയത് ഒരു കൊടുങ്കാറ്റു പോലെയായിരുന്നു. അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരെ ഷാവേസ് ഉയർത്തിയ ശബ്ദം ലോകം മുഴുവൻ ശ്രദ്ധിച്ചു. 2006 ഐക്യരാഷ്ട്രസഭയിൽ വെച്ച് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷിനെ പിശാച് എന്ന് വിളിച്ച ഷാവേസ് ലോകത്തെ ഞെട്ടിച്ചു. ബുഷ് പ്രസംഗിച്ച അതേ വേദിയിൽ വന്ന് ഇവിടെ ഇപ്പോഴും ഗന്ധകത്തിന്റെ മണം വരുന്നുണ്ട് എന്ന് അദ്ദേഹം പരിഹസിച്ചു. ഒരു ലാറ്റിൻ അമേരിക്കൻ രാജ്യവും അതുവരെ ചെയ്യാത്ത വിധം അമേരിക്കയുടെ മുഖത്തു നോക്കി സംസാരിക്കാൻ ഷാവേസ് ധൈര്യം കാണിച്ചു. എണ്ണയെ അദ്ദേഹം ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റി. പാവപ്പെട്ടവർക്ക് കുറഞ്ഞ നിരക്കിൽ എണ്ണ നൽകുന്ന പെട്രോ കാരിബ് പദ്ധതിയിലൂടെ അയൽ രാജ്യങ്ങളുടെ പോലും പിന്തുണ അദ്ദേഹം നേടി. ക്യൂബയ്ക്ക് എണ്ണ നൽകി പകരം ഡോക്ടർമാരെ വെനസ്വേലയിലെത്തിച്ച് ഗ്രാമങ്ങളിൽ ക്ലിനിക്കുകൾ തുറന്നു. അമേരിക്കൻ കമ്പനികൾ ലാഭം മാത്രം ലക്ഷ്യമിട്ടപ്പോൾ ഷാവേസ് ആ ലാഭം ജനങ്ങളുടെ അടുക്കളയിൽ എത്തിച്ചു. ഷാവേസിനെ തകർക്കാൻ CIA പിന്നിൽ നിന്ന് കളിച്ച 2002 അട്ടിമറി ശ്രമം ചരിത്ര പ്രധാനമാണ്. സൈന്യം അദ്ദേഹത്തെ തടവിലാക്കി. പുതിയ പ്രസിഡന്റിനെ വായിച്ചു. പക്ഷേ ഷാവേസിനെ സ്നേഹിച്ച ലക്ഷക്കണക്കിന് സാധാരണക്കാർ കൊട്ടാരത്തിനു ചുറ്റും തടിച്ചുകൂടി. സ്വന്തം ജനതയുടെ കരുത്തിൽ 48 മണിക്കൂറിനുള്ളിൽ അദ്ദേഹം അധികാരം തിരിച്ചുപിടിച്ചു. തോക്കിൻ കുഴയിലൂടെയല്ല, ജനഹൃദയങ്ങളിലൂടെയാണ് താൻ ഭരിക്കുന്നതെന്ന് അദ്ദേഹം ലോകത്തിന് കാണിച്ചു കൊടുത്തു. എങ്കിലും തന്റെ അധികാരം ഊട്ടിയുറപ്പിക്കാൻ അദ്ദേഹം ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്തി. എണ്ണപ്പണമുള്ളപ്പോൾ രാജ്യം സുഖിച്ചു. പക്ഷേ ദീർഘവീക്ഷണത്തോടെയുള്ള സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ അദ്ദേഹം മറന്നുപോയി. 2013 ക്യാൻസർ ബാധിച്ച് അദ്ദേഹം മരിക്കുമ്പോൾ വെനസ്വേല ഒരു കണ്ണീർ കടലായി മാറി. തന്റെ പിൻഗാമിയായി മഡുറോയെ ഏൽപ്പിക്കുമ്പോൾ ഷാവേസ് കരുതിയിരുന്നില്ല വരാനിരിക്കുന്നത് ഉപരോധങ്ങളുടെയും തകർച്ചയുടെയും വലിയൊരു കൊടുങ്കാറ്റാണെന്ന്. ഷാവേസിന് ശേഷം നിക്കോളാസ് മദൂറോ അധികാരമേറ്റു. മഡൂറോ അധികാരമേറ്റ സമയത്ത് ആഗോള വിപണിയിൽ എണ്ണവില കുത്തനെ ഇടിഞ്ഞു. ഇതോടെ വെനസ്വേലയുടെ വരുമാനം നിലച്ചു. ഭക്ഷണത്തിനും മരുന്നിനും രാജ്യത്ത് കടുത്ത ക്ഷാമമുണ്ടായി. ഇതിനിടയിൽ അമേരിക്ക കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ കൂടി ഏർപ്പെടുത്തിയതോടെ വെനസ്വേലയുടെ ബാങ്കിംഗ് മേഖലയും എണ്ണ വ്യാപാരവും സ്തംഭിച്ചു. ഭരണ പരാജയമാണ് ഇതിന് കാരണമെന്ന് പ്രതിപക്ഷം ആരോപിച്ചപ്പോൾ അമേരിക്കയുടെ ഉപരോധമാണ് ഞങ്ങളെ തകർത്തതെന്ന് സർക്കാർ വാദിച്ചു. എന്നാൽ വെനസ്വേലൻ ചരിത്രത്തിലെ ഏറ്റവും നാടകീയമായ നിമിഷം സംഭവിച്ചത് 2026 ജനുവരി ആദ്യവാരത്തിലാണ്. മയക്കുമരുന്ന് കടത്ത്, അഴിമതി തുടങ്ങിയ ഗുരുതരമായ കുറ്റങ്ങൾ ആരോപിച്ച് അമേരിക്കൻ ഏജൻസികൾ വർഷങ്ങളായി മഡൂറോയെ ലക്ഷ്യം വെച്ചിരുന്നു. ജനുവരി 3 വെനസ്വേലൻ പ്രസിഡൻഷ്യൽ കൊട്ടാരത്തിൽ നടന്ന അപ്രതീക്ഷിതമായ സൈനിക നീക്കത്തിലൂടെ നിക്കോളാസ് മഡൂറോയെയും ഭാര്യയെയും അമേരിക്കൻ പ്രത്യേക സേന കസ്റ്റഡിയിലെടുത്തു. തുടർന്ന് ന്യൂയോർക്കിലെ ഫെഡറൽ കോടതിയിൽ അദ്ദേഹത്തെ ഹാജരാക്കി. ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് അധികാരത്തിലിരിക്കുന്ന അല്ലെങ്കിൽ ഒരു രാജ്യത്തെ നയിച്ചിരുന്ന ഇത്രയും ശക്തനായ ഒരു നേതാവ് മറ്റൊരു രാജ്യത്തിന്റെ സൈനിക നീക്കത്തിലൂടെ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. കോടതിയിൽ താൻ നിരപരാധിയാണെന്നും ഇപ്പോഴും വെനസ്വേലയുടെ പ്രസിഡന്റ് ആണെന്നും അദ്ദേഹം വാദിച്ചു. മഡൂറോയുടെ ഈ അറസ്റ്റ് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. ഒരു വശത്ത് നീതി നടപ്പാക്കാൻ
നടപ്പാക്കപ്പെടുന്നുവെന്ന് അമേരിക്കയും അനുയായികളും വാദിക്കുമ്പോൾ റഷ്യയും ചൈനയും അടക്കമുള്ള രാജ്യങ്ങൾ ഇതിനെ ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമായി കാണുന്നു. സ്വാതന്ത്ര്യാഭിലാഷവും രാഷ്ട്രീയ പിഴവുകളും വൻശക്തികളുടെ താല്പര്യങ്ങളും കൂട്ടിയിടിച്ച വെനസ്വേലയുടെ ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് ഒന്നാണ്: വിഭവസമൃദ്ധി മാത്രം ഒരു രാജ്യത്തെ രക്ഷിക്കില്ല, കൃത്യമായ രാഷ്ട്രീയ ദീർഘവീക്ഷണം കൂടി അതിന് ആവശ്യമാണ്.